തിരുവനന്തപുരം കുളത്തൂരിൽ കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി. 15 വയസ്സുകാരനായ ആദർശിനെ തമിഴ്നാട് മാർത്താണ്ഡം കരിങ്കലിൽ നിന്നാണ് കണ്ടെത്തിയത്. വിവരങ്ങൾ VS അനുരാഗ് നൽകും. അനുരാഗ്, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തന്നെ കുട്ടിക്കായുള്ള തിരച്ചിൽ അത് തുടരുകയായിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? കുട്ടിയെ കണ്ടെത്തിയെന്നാണ് മനസ്സിലാകുന്നത്. ഈ മാസം 20-നാണ് കുളത്തൂർ ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദർശ് സഞ്ജുവിനെ കാണാതായത്. ആദർശിനെ ഇപ്പോൾ തമിഴ്നാട് മാർത്താണ്ഡം കരിങ്കലിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശികളായ സഞ്ജുവിന്റെയും ശ്രീജയുടെയും മകനാണ് ആദർശ്. കഴിഞ്ഞ 20-ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ആദർശ് സ്കൂളിലെത്തി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആദർശിനെ ആരും കണ്ടിട്ടില്ല. ഉച്ചയോടെ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് സഹപാഠികളുമായി ആദർശ് വഴക്കുണ്ടാക്കിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിനുശേഷം മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ച് അതിലുണ്ടായ സിം കാർഡ് ഉപേക്ഷിച്ച് ആദർശ് സ്കൂളിൽ നിന്ന് പോയെന്നുമാണ് സഹപാഠികൾ പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ആദർശ് എങ്ങോട്ട് പോയെന്ന ഒരു വിവരവുമില്ലായിരുന്നു. സംഭവ ദിവസം ഉച്ചക്കടയിലൂടെ ആദർശ് നടന്നു പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ പ്രകാരം അന്വേഷണം വ്യാപിപ്പിച്ചാണ് ഇപ്പോൾ തമിഴ്നാട് കരിങ്കലിൽ നിന്ന് ആദർശിനെ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കുളത്തൂരിൽ കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. 15 വയസ്സുകാരനായ ആദർശിനെ തമിഴ്നാട് മാർത്താണ്ഡത്തു നിന്നാണ് കരിങ്കലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. വിവരങ്ങളാണ് VS അനുരാഗ് നൽകിയത്.